കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ ഒരു ലക്ഷണം കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 99% ആളുകൾക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അപ്പോൾ ആ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ സോക്കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ പെടുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. വൊമിറ്റിംഗ് അല്ലെങ്കിൽ നോഷിയ എന്നുള്ളൊരു ഫീലിംഗ്, അതായത് വൊമിറ്റിംഗ് അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി. ഇത് പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒന്നാണ്. ഇത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങും, ഇത് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം, ആ സമയം എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 days ആണ്. 6 to 12 days എന്ന് പറയുന്ന ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഏകദേശം നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 9ാമത്തെയോ 10ാമത്തെയോ ദിവസമായിരിക്കും. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ യൂട്രസിൻ്റെ വോളിൽ വന്നിട്ട് എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ അറ്റാച്ച് ആവുന്നതാണ്. ഈ എംബ്രിയോ അറ്റാച്ച് ആകുന്ന സമയം മുതൽ നമ്മളുടെ ശരീരത്തിലെ 2 ഹോർമോൺസ് ഭയങ്കരമായിട്ട് കൂടും. പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ ശരീരത്തിൽ ഉണ്ടാവുന്നതാണെങ്കിൽ കൂടി തന്നെയും പ്രഗ്നൻസിയുടെ ഹോർമോൺ ആയിട്ടുള്ള HCG ഹോർമോൺ നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇൻക്രീസ് ആവാറുണ്ട്. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മളുടെ ശരീരത്തിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. HCG ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും ഒരേപോലെ ഇൻക്രീസ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ റീസൺ HCG ഹോർമോണാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകാറുണ്ട്. നമ്മുടെ ദഹനം കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഗ്യാസ് ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഫോം ചെയ്യും. ശരീരത്തിൽ കൂടിയുണ്ടായിരുന്ന ആ ഡൈജഷൻ സ്ലോ ആകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് പോകാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. മേളിൽ കൂടിയും കീഴ്പോട്ട് കൂടിയും ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ബർപ്പിംഗ് അനുഭവപ്പെടും. ഇങ്ങനെ ഗ്യാസ് വന്ന് തിങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലായിട്ട് തികട്ടി വരുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഇതാണ് പലർക്കും വൊമിറ്റിംഗ് ഉണ്ടാകുന്നതിനും വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നത്. ചിലർ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ വയറ് ഭയങ്കരമായിട്ട് തിങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. അതിനുശേഷം ഫുഡ് കഴിച്ച് അപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യാനായിട്ടും തുടങ്ങും. ശരിക്കും ഒരുപാട് പേര് പറയുന്നുണ്ട് തിന്നത് വാഷ് ബേസിന് കൊടുക്കുക, അങ്ങനെയുള്ള രീതിയായിരുന്നു ഉണ്ടാകുന്നത് പലർക്കും പ്രഗ്നൻസി സമയത്ത്. എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും എനിക്ക് അതായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാകാഞ്ഞ അല്ലെങ്കിൽ എനിക്ക് ആരും പറഞ്ഞു തരാൻ ഇല്ലാതിരുന്ന ഒരു പ്രശ്നമായിരുന്നത്. ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ നിയന്ത്രിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു വൊമിറ്റിംഗ് ഒക്കെ വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു. കാരണം നമ്മളുടെ ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്യാനായിട്ടൊരു ഇട നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒരു അവസരം നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവുന്നത് ഏകദേശം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഉടനെയുള്ള സമയത്തോ ആയിരിക്കും ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഒക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ ഹോർമോൺസിൻ്റെ സർജ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ഫ്രഷ് ആയിട്ട് നമ്മളൊരു വെള്ളം കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്ന സമയത്തോ നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലായിരിക്കും. ചിലർ വൊമിറ്റ് ചെയ്യുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ വൊമിറ്റ് ചെയ്യുന്നത് ഒരു യെല്ലോ കളറിലുള്ളൊരു ഫ്ലൂയിഡായിരിക്കും. ഭയങ്കരമായിട്ട് വായിക്ക് കയ്പ്പ് ഉണ്ടാക്കുന്ന ഭയങ്കര അസഹനീയമായിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഒരു ഫ്ലൂയിഡായിരിക്കും നമ്മൾ വൊമിറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫ്ലൂയിഡ് നമ്മൾ വൊമിറ്റ് ചെയ്ത് പോകുന്നത്. ഏറ്റവും കൂടുതൽ രാവിലെ സമയത്തായിരിക്കും ഇത് ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള വൊമിറ്റിംഗ് ഒക്കെ പലർക്കും കഴിച്ച ഫുഡ് തന്നെയായിരിക്കും പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു സെൻസേഷനും ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ഇത് എപ്പോഴാണ് നമുക്ക് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ ഒരു ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് ഹോർമോൺസ് ഒരുവിധം ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാകും. HCG ഹോർമോണൊക്കെ ആ ഒരു സമയം എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു പീക്കിൽ എത്തിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് ഇൻക്രീസ് ആകാതെ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും.
ആ സമയം വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം, ആ ഒരു ഹോർമോൺസിൻ്റെ ഇൻക്രീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കൊണ്ട് പ്രഗ്നൻസിയുടേതായിട്ടുള്ള ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണും ശരീരത്തിൽ ഇൻക്രീസ് ആയി വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പിന്നെ പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് പ്രഗ്നൻസി ആവാനായിട്ട് ചില ഡോക്ടേഴ്സ് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനും അതുപോലെ പ്രഗ്നൻസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് വളരാൻ വേണ്ടിയിട്ടും ലൈനിങ് ഷെഡ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ഈ പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുന്നവർക്ക് ഈ ഒരു ലക്ഷണത്തിനെ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡൈജഷനും സ്ലോ ആകും, നിങ്ങൾക്ക് ഗ്യാസും ഫോം ചെയ്യും, വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസീസ് നിങ്ങൾക്കുണ്ടാകും, ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നും. ഇതെല്ലാം പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ആ ഒരു മെഡിസിൻ എടുക്കുന്നത് മൂലം നിങ്ങൾക്കുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ആണ്. പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ കഴിക്കും, അല്ലെങ്കിൽ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യും. ഈ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരുപാട് വേഴ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഉള്ളിൽ ഓറലായിട്ട് ഈ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഈ ലക്ഷണങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, HCGയുടെ ഇഞ്ചക്ഷൻ അവർ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവും. ഈ മെഡിസിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും. HCG ഹോർമോൺ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത ഇഞ്ചക്ഷനായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഏകദേശം ആ ഒരു മെഡിസിൻ എടുത്തിട്ട് 10 ദിവസം വരെ ആ ഒരു മെഡിസിൻ്റെ ആ ഒരു ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും. ആ സമയത്തും നമുക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടേതാണോ അല്ലെങ്കിൽ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പീരീഡ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പീരീഡ്സ് മിസ്സാകുന്ന ദിവസം തന്നെ ലൈറ്റായിട്ടുള്ള ഒരു സ്പോട്ടിങ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും പ്രഗ്നൻസിയുടേതാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ മൈൽഡായിട്ട് സ്പോട്ടിങ്ങും അതുപോലെ ചെറുതായിട്ടൊരു ഒരു ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഈ ഒരു ലക്ഷണം ഉണ്ടാകാം, പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ ഒരു ലക്ഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് അങ്ങനെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്കിതുണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ പോസിറ്റീവ് ആയതിനു ശേഷമാണ് എനിക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് ഈ ഒരു ലക്ഷണം കണ്ടിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പ്രഗ്നൻ്റ് അല്ല എന്നല്ല. ഈ ഒരു ലക്ഷണം കാണുന്നവരെല്ലാവരും പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മാറ്റം ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരിക, ആ ടെൻഡൻസി വരുന്ന സമയത്ത് ബോഡി ടയേർഡായി പോവുക, ഒരുപാട് വേർക്കുക, ശരീരം തളർന്നു പോവുക, ഇതെല്ലാം അതിന് ആ വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോഴേക്കും അതിൻ്റെ ചുവടെ നിങ്ങൾക്കുണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. ഇതെല്ലാം തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അഡീഷണൽ കെയർ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോസിന് കമൻസ് ഇടുന്നവർക്ക് അതിന് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. പല വീഡിയോസും എനിക്ക് കമൻസ് പഴയ വീഡിയോസിൻ്റെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.